ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് പെരിന്തൽമണ്ണ മറൈൻ എക്സ്പോ വന്നപ്പോൾ ഞങ്ങളിന്ന് കാണാൻ പോയതാണ്. ഇത് വരുമ്പോൾ ഇപ്പോൾ മറൈൻ എക്സ്പോ ഒക്കെ എടുത്തു പോയ ശേഷമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. ഇത് ബാക്ക് പെട്ടതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഇടാനും മറന്നുപോയി. അതൊക്കെയാണ് സംഭവിച്ചത്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പൂന്തോട്ടമൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ പൂന്തോട്ടമൊക്കെ നല്ല രസത്തിൽ തന്നെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പൂന്തോട്ടം കണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ അപ്പുറത്തും കുറേ ഇങ്ങനെ ഉള്ളത്തെ പിക്ചറൊക്കെ ഇങ്ങനെ കാണാം. പല ഐറ്റം മീനുകളെ പിക്കുകളും ഇതൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ അങ്ങനെ പ്രവേശിച്ചു. അങ്ങനെ കയറിയപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നമുക്ക് ലൈറ്റൊന്നുമില്ലല്ലോ, ഒരു ഇത് കടലിൻ്റെ ഉള്ളിൽ പോയപ്പോൾ തന്നെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ പല ഐറ്റം മീനുകൾ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാനൂനാണെങ്കിൽ മീനുകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പീച്ചാനിങ്ങനെ തോന്നും. കടലിൽ നിന്ന് കാണുന്ന ഏകദേശം എല്ലാ മീനുകളും ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാ മീനും ഉണ്ട് എന്നല്ല. കാരണം നമ്മൾ മത്തി ആയാലും ചാളയൊന്നും ഇതിൽ കാണാനില്ല. എന്നാലും കുറച്ചൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറച്ച് മീനുകൾ, നല്ല ചൊറുക്കൊക്കെ ഉള്ള നല്ല കളറിൽ എന്താ പറയുക, പുട്ടൊക്കെ അടിച്ചാൽ അത്യാവശ്യം നല്ല ചുരുക്കുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അയാനൂനിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ചിലതിനൊന്നും അയാനൂന് തന്നെ ചുരുക്ക് തോന്നാത്തതുകൊണ്ട് തോന്നുന്നു അയാനൂനെ നോക്കൂല. ചുരുക്ക് തോന്നുന്നതാണെന്നുണ്ടെങ്കിലും എനിക്ക് പീച്ചാൻ തോന്നുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഇതൊക്കെ കണ്ട വലിയ മീനൊക്കെ. പിന്നെ കുറച്ചും കൂടി നടന്നു പോയപ്പോൾ മേലെ കൂടിയൊക്കെ കാണലൊടുത്തി. നേരത്തെ രണ്ട് സൈഡിൽ മാത്രമല്ലേ ഉള്ളൂ ഉണ്ടായിരുന്നേ. പിന്നെ മൊത്തത്തിൽ മേലും സൈഡിലും എല്ലായിടത്തും ഇങ്ങനെ മീനായി കാണാൻ. അപ്പം നല്ല രസം, ഒന്നും കൂടി കളർഫുൾ, നല്ല രസം ഇങ്ങനെ തോന്നും. എന്താ പറയുക, അങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ അയാനാണെങ്കിലും അങ്ങോട്ട് നോക്കാറുണ്ട് അങ്ങോട്ട് നോക്കൂല, ഇങ്ങോട്ട് നോക്കാറുണ്ട് അങ്ങോട്ട് നോക്കൂല. കാണിച്ചു കൊടുക്കണ അത് കലാത്തോടത്തൊക്കെ ഒക്കെ നോക്കും. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ട് സൈഡിലായി മീൻ മേലത്തേക്ക് പോയി. നടുവിലെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ മേലേക്ക്. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ നടക്കാനൊക്കെ ഉണ്ട്. കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോരാം. പല ഐറ്റം മീനുകളെയും, കുഞ്ഞു മീനും അതിനെക്കാട്ടിലും കുറച്ച് വലിയ മീനും ഒക്കെ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ പിന്നെന്താ ലാസ്റ്റാണ് നമ്മുടെ വലിയ മീനൊക്കെ ഉണ്ടാവും. വലിയ മീൻ പറഞ്ഞാൽ മത്സ്യകന്യക. മത്സ്യകന്യകൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് അതല്ല ഏറ്റവും വലുത്. അപ്പോൾ പിന്നെ ഏറ്റവും ചെറുതിനെ കണ്ടിട്ട് പോവില്ല നല്ലത് കിട്ടി. അയാനൂന് പിന്നെയും ചെറിയ മീനുകളെ കാണിച്ചു കൊടുക്കുക. പക്ഷെ അയാനൂന് ഈ ചെറുതൊന്നും കണ്ടപ്പോൾ എന്താ കണ്ണിലൊന്നും കൊണ്ടില്ല, ചെറുതല്ലേ. പിന്നെ അങ്ങനെ മത്സ്യകന്യകൻ്റെ അടുത്തേക്ക് പോയി. മത്സ്യകന്യക അവിടെ നിന്ന് ഇങ്ങനെ നീന്തി വരുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് തിരക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ കുറേ ആൾക്കാർ കയറണം. നമുക്കാണ് തിരക്കാൻ പിന്നെ ഹൈറ്റില്ലാത്തതുകൊണ്ട് പിന്നെ തിരക്ക് മുമ്പൊക്കെ കയറാം. പിന്നെ ഇങ്ങനെ മീനിങ്ങനെ വന്നു, മത്സ്യകന്യക ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. നല്ല ലിപ്സ്റ്റിക്കും കൺമഷിയൊക്കെ ഇട്ട അടിപൊളി മത്സ്യകന്യക. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി മീനുകൾ വരെ ലിപ്സ്റ്റിക്കും കൺമഷിയൊക്കെ ഇട്ടിട്ടുള്ള വള്ളത്തേക്ക് ഇറങ്ങുക. പക്ഷെ നമ്മൾ മേക്കപ്പ് ചെയ്താലോ, അപ്പം ഇങ്ങനെ കുറ്റം പറയും. കാരണം മത്സ്യകന്യകക്കൊക്കെ മേക്കപ്പൊക്കെ ഉണ്ട്, മേക്കപ്പ് ഇല്ലാത്ത മത്സ്യകന്യക. പിന്നെ അങ്ങനെ അയാനൂനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആലോചിച്ചിൻ്റെ അയാനൂനുള്ളതാട്ടോ. പക്ഷെ എൻ്റെ അയാനും മിസ് ചെയ്യിപ്പിക്കും. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് പോയി. അതിൻ്റെ അപ്പുറത്ത് വേറെ മത്സ്യകന്യക ഉണ്ടാകുന്ന ലിപ്സ്റ്റിക്കും കൺമഷിയൊക്കെ ഇട്ടൊരു മത്സ്യകന്യക. പിന്നെ അതങ്ങനെ ആ കുട്ടിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ അയാനൂനെ കാണിച്ചു കൊടുത്തു. വലിയ മീമി പറഞ്ഞിട്ട് അയാനൂനത് മീമി. പിന്നെ അതെന്തൊക്കെ അയാനൂന് കാണിച്ചു കൊടുത്തിട്ട് അതതിൻ്റെ പാട്ടിന് പോകാൻ. കാരണം അതിനും ജീവിച്ചാണ്ടേ ഇവനെ കളിപ്പിച്ച് കുത്തിരുന്നാൽ പോരല്ലോ. പിന്നെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങി. അതിൻ്റെ പുറത്താണെങ്കിൽ ഫുള്ളി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല എന്താ പറയുക,
പാർക്ക് പോലത്തെ കുറേ കാര്യങ്ങളും അങ്ങനെ കളിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാമെന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ കുട്ടികൾക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാം. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും എൻജോയ് ചെയ്യാം. നമുക്ക് വേണ്ടതും ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടതും ഉണ്ട്.